ഹലോ ഫ്രണ്ട്സ്, ഹെയർഫോർഡ് മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. ഞാനെൻ്റെ PR ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോയപ്പോൾ ദിവസത്തെ ചെറിയൊരു വ്ളോഗാണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോയതും അവിടെ ഉണ്ടായതും പിന്നെ ഞങ്ങളുടെ യാത്രയിൽ ചെറിയ ഫുഡ് കഴിക്കാൻ കയറുന്ന റെസ്റ്റോറൻറ്റിനെ കുറിച്ചും അങ്ങനെയുള്ള ചെറിയൊരു വ്ളോഗ്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സെറ്ററിലാണ് അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നത്. ഹെർഫോർഡിൽ നിന്ന് ഒരു 2.5 മണിക്കൂർ യാത്രയുണ്ട് എക്സെറ്ററിലേക്ക്. ഏറ്റവും അടുത്തുള്ള ഡേറ്റ് എക്സെറ്റർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഡിസംബർ കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു ഡേറ്റ്സ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ദൂരേക്ക് എടുത്തത്. 2.5 മണിക്കൂർ യാത്രയുള്ളതുകൊണ്ട് ഇടയ്ക്ക് ഇറങ്ങിയൊക്കെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മക്ഡൊണാൾഡ്സിലാട്ടോ പോയത്. ചെറിയ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്. അപ്പോൾ അവിടുത്തെ ടോയ്ലറ്റിൽ കയറിയപ്പോൾ ഞാൻ കണ്ടതാണ് കേട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെയും ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ എന്ന് ഓർത്ത് എനിക്ക് സങ്കടം തോന്നി. അപ്പം ഞങ്ങളവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ രണ്ടുപേരും റാപ്പാണ് പറഞ്ഞത്. അപ്പോൾ റാപ്പൊക്കെ കഴിച്ച് എസ്തൂനും ചെറിയ രീതിയിലുള്ള ഫുഡൊക്കെ കൊടുത്ത് നാപ്പിയൊക്കെ മാറ്റി ഞങ്ങൾ എക്സെറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കേട്ടോ അപ്പോയിൻമെൻറ്റ് സെൻറ്റർ. ഇവിടെ ആക്ച്വലി 2 hour ഡിലേ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പം TLS കോണ്ടാക്റ്റ് ആണല്ലോ, ഭയങ്കര പുവർ സർവീസാണ് കേട്ടോ. അവരുടെ എന്തോ സിസ്റ്റം എന്തോ ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സ്പെഷ്യലി കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണത്. അങ്ങനെ PR-ൻ്റെ ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് വരുവാണ്. കുഴപ്പമില്ലായിരുന്നു, പ്രോസസ്സൊക്കെ എളുപ്പമായിരുന്നു. ആക്ച്വലി നമ്മുടെ അപ്പോയിൻമെൻറ്റ് 2:15 2:15 അപ്പോയിൻമെൻറ്റിന് നമ്മളെ വിളിച്ചപ്പോൾ ഒരു 3:30 ആയി. അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിലേ ആണ് അവരുടെ സർവീസ്. BFS പോലെയല്ല, ഇതിപ്പോൾ പുതിയൊരിതാണല്ലോ TLS. അപ്പോൾ അത് വേറൊരു ഡിഫറെൻറ്റ് സിസ്റ്റമാണ്. അത് ഇച്ചിരി സ്ലോ ആണ് ആക്ച്വലി മൊത്തത്തിൽ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. പ്രത്യേകിച്ച് ഇവൻറ്റ്സ് ഒന്നും ഉണ്ടായില്ല, അതുകൊണ്ടാണ് വലുതായിട്ട് കാണിക്കാനൊന്നും ഇല്ലാത്തത്. തിരിച്ചിവിടെ വരുന്ന വഴി ഒരു സർവീസിൽ കയറിയതാണ്, ഒരു കാപ്പി കുടിക്കാമെന്നോർത്ത്. ഇത് കണ്ടപ്പോൾ 24 hours, ഞാനിവിടെ വളരെ ചുരുക്കമായിട്ട് 24 hours ഇങ്ങനത്തെ സ്റ്റോറുകളൊക്കെ കാണാറുള്ളൂ. സർവീസുകളൊക്കെ അവൈലബിൾ ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ച ഷോപ്പുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കോഫി ഉണ്ട്, ഷെയ്ക്ക് വേണമെങ്കിൽ ഷെയ്ക്ക് ഉണ്ട്, അങ്ങനെ വെറൈറ്റീസ് കുറേ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കോഫിയാണ് പറഞ്ഞു. കോസ്റ്റ ഓൾറെഡി ക്രിസ്മസ് കപ്സൊക്കെ ഇറക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ, ക്രിസ്മസിൻ്റെ ഒരു വൈബ്. ഇനി ഇവിടുന്ന് കോഫിയൊക്കെ കുടിച്ച് ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ ഓർത്താണ് ഫുഡ് കഴിച്ചിട്ട് പോകുന്നു. അപ്പോൾ ഇത് ബ്രിസ്റ്റോളിലുള്ള ഡേയ്സ് കേരള എന്ന് പറയുന്നൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. ഞങ്ങളിവിടെ UK കുറേ കേരള റെസ്റ്റോറൻറ്റ്സിൽ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഓത്തൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടിയ വളരെ കുറച്ച് റെസ്റ്റോറൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് ആട്ടോ ഇത്. ഇവരുടെ മെനുവിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഞാൻ കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ലാമ്പാണ് മെയിനായിട്ട് എനിക്ക് ഇഷ്ടമായത്. ലാമ്പ് അങ്ങനെ കഴിക്കാൻ പോകുമ്പോൾ ലാമ്പിനൊരു മക്ക് ചുവയുണ്ടല്ലോ, എനിക്കത് ഇഷ്ടമല്ല. സാധാരണ ഞാൻ ലാമ്പ് അങ്ങനെ ചൂസ് ചെയ്യാറില്ല. പക്ഷേ ഇവർ തന്നെ പറഞ്ഞ് നിങ്ങൾ ഞങ്ങളുടെ ലാമ്പ് കഴിച്ച് നോക്ക്, നിങ്ങൾക്കത് ഇഷ്ടമാവുമെന്ന്. ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് 12 years ആയെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. ഞങ്ങൾ ഓർഡർ ചെയ്ത പൊറോട്ടയും പിന്നെ ഫ്രൈഡ് റൈസാണ്, പിന്നെ ലാമ്പ് റോസ്റ്റ്. ലാമ്പാണ് മട്ടണാണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. എനിവേ ലാമ്പ് മട്ടൺ അതിലൊരു ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇവരുടെ പൊറോട്ട അടിപൊളിയായിരുന്നു കേട്ടോ. അവരവിടെ തന്നെ അടിച്ചുണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റും നല്ല ലെയേഴ്സൊക്കെ ഉള്ള നല്ല അടിപൊളി പൊറോട്ടയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ലാമ്പിൻ്റെ ഐറ്റം ആയിരുന്നു. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇനി ബ്രിസ്റ്റോൾ വഴി പോവുകയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവത്തില്ല. അപ്പോൾ ഇത്ര ഉള്ള ഈ വ്ളോഗ് വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.
വിളിക്കുന്നു.